എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ സ്വദേശി ദുർഗകാമിക്ക് വിട. ശസ്ത്രക്രിയ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചത്. കളമശ്ശേരി സഭാ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് തുടർ ചികിത്സകൾക്കായി കഴിഞ്ഞ ഒരു മാസം ജനറൽ ആശുപത്രിയിൽ തുടരുകയായിരുന്നു ദുർഗകാമി. 2 ദിവസം മുമ്പ് എക്മോ സപ്പോർട്ട് മാറ്റുകയും സ്വന്തമായി എഴുന്നേറ്റിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഇന്നലെ വൈകിട്ടോടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലച്ചു. 6 മണിക്കൂർ നീണ്ട ജീവൻ രക്ഷാ പരിശ്രമങ്ങൾ ഫലം കണ്ടില്ല. രാത്രി 10 മണിയോടെ മരണം സ്ഥിരീകരിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് രാവിലെ 9:30 മൃതദേഹം പുറത്തിറക്കി. ജീവനക്കാർക്ക് വേണ്ടി ആശുപത്രിയിൽ അല്പനേരം പൊതുദർശനം. തുടർന്ന് മൃതദേഹം കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. കളമശ്ശേരി സഭാ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഹൃദയഭിത്തികൾക്ക് ഭാരം കൂടുന്ന ജനിതക രോഗത്തെ തുടർന്ന് ചികിത്സകൾക്കായാണ് നേപ്പാൾ സ്വദേശി കേരളത്തിലെത്തിയത്. അവയവമാറ്റം സംബന്ധിച്ച നിയമപ്രശ്നങ്ങൾ ഹൈക്കോടതിയുടെ പിന്തുണയിൽ പരിഹരിച്ച ശേഷമാണ് ശസ്ത്രക്രിയയ്ക്ക് വഴിയൊരുങ്ങിയത്. ഡിസംബർ 22-നാണ് കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം ദുർഗകാമിക്ക് മാറ്റിവെച്ചത്. ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന രാജ്യത്തെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന ഖ്യാതിയും ഇതിനുണ്ടായി. ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായിരുന്നു ദുർഗകാമി എന്ന 22-കാരിയുടെ വിയോഗം. മീഡിയ 1 കൊച്ചി.